സത്യമാണോ മോനെ? ആ അതെ അച്ഛ. ഇപ്പോ അച്ഛമ്മ വിളിച്ചപ്പോഴേ വിവരം അറിഞ്ഞേ. നമ്മളോടൊന്നും പറയാതെ സാനി ആദ്യം അവിടുത്തെ അമ്മയെ അറിയിച്ചേ. എന്തായാലും ഗുരുവായൂരപ്പ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ ഇരിക്കുന്നത്? കേട്ടില്ലേ, നിങ്ങളൊരു അപ്പൂപ്പനാവാൻ പോവാന്ന്. നന്ദു, നീ അറിഞ്ഞോ? സനുമോക്ക് വിശേഷമുണ്ട്. അപ്പൊ സുമി ചേച്ചി ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. നന്ദു, അടുക്കളയിൽ ജിലേബി ഇരിപ്പുണ്ട്, നീ പോയത് എടുത്തോണ്ട് വന്നേ. ഇത് നമുക്കേ നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. നമ്മുടെ ഫ്ലാറ്റിലെ എല്ലാവർക്കും മധുരം വിതരണം ചെയ്യണം. ആ, അത് മാത്രം പോരാ, സാനിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച ഒരു സദ്യ തന്നെ കൊടുക്കണം. ആ, അത് ശരിയാ. അത് പിന്നെ അമ്മ ആശുപത്രി പോയി ഒരു ടെസ്റ്റ് ഒക്കെ നടത്തി കൺഫേം ചെയ്തിട്ട് പോരെ ഈ ആഘോഷമൊക്കെ. ആ, ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ടെസ്റ്റൊക്കെ നിങ്ങൾ അതിന്റെ വഴിക്ക് നടത്തിക്കോ, പക്ഷേ ഇത് ഞങ്ങൾ ആഘോഷിക്കും. എനിക്കിത് വേണ്ടമ്മേ. കഴിച്ചാൽ ഞാൻ ചിലപ്പോ ഛർദിക്കും. ഒരല്പം കഴിച്ചോ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അച്ഛാ, ഒന്നും കൂടെ. നന്ദു, അച്ഛന് ഷുഗറാ, അത് മറക്കണ്ട. ഹലോ ശ്രീ. ഹലോ ഗിരിയേട്ടാ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇറങ്ങിയ പാടെ ഗിരിയേട്ടനെ ആദ്യം വിളിക്കുന്നത്. ആ, എന്നിട്ട് എന്തായി? കൺഫേം ചെയ്തില്ലേ? ചെയ്ത് ഗിരിയേട്ടാ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാന്ന് പറഞ്ഞു. ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റ് ശ്രീ. താങ്ക് യു ഗിരിയേട്ടാ. ഞാൻ സനുവിന് കൊടുക്കാം. ഹലോ ഗിരിയേട്ടാ. ആ മോളെ, ഇപ്പൊ സന്തോഷമായില്ലേ മോക്ക്? ഇത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരി കാണാം മോളെ. ശരി ഏട്ടാ. ബൈ. ഗുഡ് ന്യൂസ് തന്നെ ആയിരിക്കും അല്ലേ? യെസ്, യെസ്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ. ഗിരി, അവളെ കണ്ടിട്ട് കൈയും വീശി പോയാൽ ശരിയാവില്ല. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കാം. അത് ശരിയാണല്ലോ. നോക്കട്ടെ, ഒരു സാധനമുണ്ട്. ഇതിലേതെങ്കിലും പറ്റുമോ നോക്ക്. ഞാൻ പലപ്പോഴായി കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച ചില ഡിസൈനുകളാ. എല്ലാം ഫ്രഷാണ്. ഇതിലേതെങ്കിലും നമുക്ക് സനുവിന് കൊടുത്താലോ? കൊള്ളാം, നല്ല ഐഡിയ. എന്നാ പിന്നെ ഏതാന്ന് വെച്ചാ സുമി തന്നെ സെലക്ട് ചെയ്തു. ഞാനോ? ആ, അവളുടെ ചോയ്സ് എന്താന്ന് എന്നെക്കാളും നന്നായിട്ട് ഗിരിക്കല്ലേ അറിയാ. ഗിഫ്റ്റ് കൊടുക്കുമ്പോ കൊടുക്കുന്ന ആളുടെ ഇഷ്ടത്തിനുണ്ടല്ലോ പ്രാധാന്യം. പക്ഷേ ഞാൻ എടുക്കുന്നത് ചിലപ്പോ ഗിരിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്റെ മനസ്സ് ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. സുമിയുടെ സെലക്ഷനോടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. വെറുതെ ഒരു രസം, തന്റെ മനസ്സൊന്ന് അറിയാൻ മാത്രം. ഇതെന്തിനാണോ ഇങ്ങനെ ഒരു പരീക്ഷണം? എന്നോ ഒരു കൈ നോക്കിയിട്ട് തന്നെ കൈ. ഇത് നന്നാവും തോന്നുന്നു. ഓ
കൃത്യം അത് തന്നെ സെലക്ട് ചെയ്തു. എന്താ ഗിരിക്ക് ഇഷ്ടായില്ലേ? മാറ്റിയെടുക്കണോ? ഏയ്, നല്ല സെലക്ഷൻ തന്നെയാ. സനുവിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് തന്നെ കൊടുക്കാം അല്ലേ? അല്ല, ഗിരി മനസ്സിൽ കണ്ടത് ഇത് തന്നെയാണോ? എക്സ്ക്യൂസ് മീ. ആ ജോസഫേ, ആണോ? ജോസഫേ, ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണല്ലോ. ശരി ശരി, ഞാനതിലേ ഇറങ്ങാം. സുമി, ഒരു അത്യാവശ്യ കാര്യം വന്നു വിട്ടു. നിങ്ങളെല്ലാരും പൊയ്ക്കോ. ഞാനൊന്ന് ഓഫീസിൽ കയറിയിട്ട് നേരെ പെട്ടെന്ന് അങ്ങോട്ട് വന്നോളാം. പതിവ് മുങ്ങൽ പരിപാടി കാണിക്കല്ലേ ഗിരി. സത്യമായിട്ടുമില്ല. എന്റെ സനുമോളുടെ ജീവിതത്തില് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ട് ഞാൻ വരാതിരിക്കുവോ? ഞാൻ വരാട്ടോ. ഓക്കെ? അയ്യോ, ഗിരി മനസ്സിൽ കണ്ട മോതിരം ഇത് തന്നെ ആയിരുന്നു ആവോ? അതൊന്ന് പറയാതെ പോയി കളഞ്ഞല്ലോ. എന്റെ പൊന്ന് സാറേ, നമ്മൾ എന്തിനാ ഇവരുടെ ഇടി മേടിച്ച് മരിക്കുന്നേ? കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് തടി ഉയരുന്നതാ ബുദ്ധി. എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ ഇവരോട് തുറന്നു പറഞ്ഞു. ആൻ്റപ്പൻ എന്ത് മണ്ടത്തിലേ കാണിച്ചേ? പെണ്ണും പിടക്കോഴി ഇല്ലാത്ത സാറിന് അതൊക്കെ പറയാം. എന്നെ കാത്തൊരു കുടുംബം അവിടെ കഴിയുന്നുണ്ട്. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. സത്യം തുറന്നു പറഞ്ഞ മാപ്പസാക്ഷിയാക്കാവുന്ന SI സാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ തട്ടുകേട് കൂടാതെ രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് സാറേ. കേസ് വരുമ്പോ അവരങ്ങ് ഊരിപ്പോവും. പെടുന്നത് നമ്മൾ മാത്രമായിരിക്കും. ആൻ്റപ്പൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. അതാണ് ബുദ്ധി. ഈ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ആൻ്റപ്പനെയും നിന്നെ മാപ്പ് സാക്ഷിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഞങ്ങൾക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ട. പറ റോഷൻ സാറേ, ആ മാഡത്തിന്റെ പേരെന്താണെന്നും അവരാരാന്നും ദൈവത്തെ ഓർത്തൊന്നും പറ. മാഡോ? അപ്പൊ അത്ര എത്തി. ഇനി ആ പേര് അത് നീ തന്നെ പറഞ്ഞ അതിന്റെ ഗുണം നിനക്കുണ്ടാവും. ഇനി അതല്ല, വീണ്ടും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനാ നിന്റെ ഭാവമെങ്കിൽ ഇനിയോ ഒരംഗത്തിന് ബാല്യമുണ്ടോന്ന് നീ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്ലീസ് മാഡം, ഇനി എന്നെ ഉപദ്രവിക്കരുത്. സത്യം പറഞ്ഞ ഈ ചടങ്ങൊക്കെ നിങ്ങളുടെ വീട്ടിലായിരുന്നു ആദ്യം നടക്കേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നവ്യക്കൊരു കുഞ്ഞുണ്ടാവാത്തതില് ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. നിങ്ങൾ ഇത്ര പഴഞ്ചനായി പോയല്ലോ അനുരാധെ. ഇതിപ്പോ പഴയ കാലം പോലൊന്നും അല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ കൊച്ചുങ്ങൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് കുറച്ചുകൂടെ പുരോഗമിപ്പിച്ചിട്ട് കല്യാണമേ വേണ്ടാന്നങ്ങ് വെച്ചാ പോരെ ഗീതേ? അല്ല, ലിവിങ് ടുഗദർ ഇപ്പൊ നിയമപരമായല്ലോ. സത്യം പറഞ്ഞ സാനിയും ശ്രീനിഷും കാണിച്ചത് മണ്ടത്തരാണെന്ന് ഞാൻ പറയൂ. അവരെ പോലെ പ്ലാനിങ് ഇല്ലാത്തവരല്ല എന്റെ കിഷോറും നവ്യും. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നാ ഇവരുടെ തീരുമാനം. അല്ലേ നവ്യ? ഞങ്ങളൊന്ന് സെറ്റിലായിട്ട് മതി കുട്ടികളെന്നാ കിഷോറേന്റെ തീരുമാനം. ഇങ്ങനെ ഓരോ ഭാരിച്ച തീരുമാനങ്ങൾ എടുത്താൽ ഒടുവി വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തിളപ്പിച്ചു തരാൻ ആരും കാണത്തില്ല മോളെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഞാൻ തന്നെ. അല്ല അമ്പി,
ഈ പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട്. ജീവിതത്തിലൊന്ന് പച്ച പിടിക്കേണ്ട സമയത്ത് ഈ കുഞ്ഞു കുട്ടി പരാധീനങ്ങളെന്ന് പറഞ്ഞ സമയം കളഞ്ഞ അത് കഷ്ടം തന്നെയാ. ഇപ്പൊ തന്നെ സനുവിന്റെ കാര്യം നോക്ക്. ഈ കുഞ്ഞു വരുന്നതോടെ അവളുടെ കഷ്ടപ്പാട് തുടങ്ങാൻ പോവാ. ഒന്നുമില്ലെങ്കിലും അവൾ ഒരു അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനർ അല്ലേ. ഒന്നുകൂടെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ആ മേഖലയിൽ തന്നെ അവൾക്കൊരു ഉയർച്ച ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ എല്ലാം പോയില്ലേ. സനുവിന്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണെന്ന് ഇവർക്കറിയില്ലല്ലോ. പക്ഷെ ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം അവൾ എടുക്കരുത്. ആ രാമവര ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതിനകത്ത് എന്നാ രാമവര? ഈ എന്റെ അമ്മോ ഉണ്ണിയപ്പം. ഓ സൂപ്പർ ഉണ്ണിയപ്പം ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടേ. എന്താടാ അമ്പി കാണിക്കുന്നേ? ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ? എല്ലാം നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടോ ദാമോദര? എങ്കിൽ പിന്നെ ഇത് നമ്മൾ പോകുന്ന കാറിൽ കൊണ്ട് വെച്ചേക്ക്. എന്താ തക്കുടു ഇത്? നിന്റെ പെങ്ങളുടെ ചടങ്ങിന് നീ കോട്ടും സൂട്ടും ഇട്ടോണ്ടാണോ പോകുന്നത്? ആ അത് പിന്നെ അച്ഛമ്മ ഗിരിക്കേ ഓഫീസിൽ കുറച്ച് ജോലികളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്നേക്കാന്നാ പറഞ്ഞു. ഓ പുതിയ തലമുറയായി ഈ കുടുംബത്തിലേക്ക് ആദ്യമായി വരുന്ന കുഞ്ഞിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. നേരത്തിനും കാലത്തിനും ഒക്കെ അങ്ങ് എത്തിയേക്കണം. സനുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ വല്യമ്മാവനാണ് നീ, അത് മറക്കണ്ട. പിന്നെ ആ വല്യമ്മാവൻ സനുവിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ചെറിയ സമ്മാനമാണിത്. ആഹാ എങ്ങനെയുണ്ട്? ഇത് എനിക്ക് വേണ്ടി അച്ചമ്മ സനുവിന്റെ കയ്യിലിടണം. തക്കുടു വാങ്ങിയ ഈ സമ്മാനം സുമിത തന്നെ സനുവിന്റെ കയ്യിൽ അണിയിച്ചാ മതി. അതാ അതിന്റെ ശരി. അതെ, എന്റെ പേരക്കുട്ടിയുടെ ചടങ്ങിന് സമ്മാനിക്കാൻ ഞാൻ വേറൊരു കൂട്ടം കരുതിയിട്ടുണ്ട്. തലമുറകൾ കൈമാറി എനിക്ക് കിട്ടിയ ആഭരണങ്ങളാ. ഈ കുടുംബത്തിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിന്റെ അമ്മയെ അണിയിക്കാനായി ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. ലോട്ടറി ആണല്ലോ ചേച്ചി. നവ്യായിരുന്നു ആദ്യം ഗർഭിണിയായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ അവൾക്ക് കിട്ടുമായിരുന്നു. വലിയ നഷ്ടായി പോയി. ഗർഭിണിയായ ഒരു പെണ്ണിനെ കാണാൻ പോകുന്ന ചടങ്ങിനെ ഈ സ്വർണം കൊടുക്കുന്ന ഏർപ്പാടൊക്കെ നാട്ടുനടപ്പാണോ കാദംബരിയമ്മേ? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഒരു 8 മാസം കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി? യോ, ചടങ്ങും ആചാരമൊന്നും അല്ല ഗീതേ. ഒരു കുഞ്ഞു പറക്കാൻ പോകുന്ന സന്തോഷത്തിന് ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനാണെന്ന് കരുതിയാ മതി. അച്ഛമ്മേ, നേരം വൈകി, നമുക്ക് ഇറങ്ങിയാലോ? അതാരെല്ലാം അടിച്ചോണ്ട് പോവാ, സൂക്ഷിച്ചു വെച്ചോ. ഒരു കുഞ്ഞ് വേണോന്ന് നിന്നോടും കിഷോറിനോടും ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയടി. ഈ കണ്ട പൊന്നും പണ്ടങ്ങളൊക്കെ നിന്റെ കുഞ്ഞിന് അവകാശപ്പെട്ടതായിരുന്നു. അതാ ഇപ്പൊ സാനിയെ കൊണ്ടുപോകുന്നത്. ഇനിയും നേരം വൈകിട്ടില്ല. ആ കിളവിയുടെ കയ്യിൽ പൂത്ത കാശ. സുമി, ഞാൻ പോയിട്ട് വരാം. ഓഫീസിലെ തിരക്ക് കഴിഞ്ഞാലേ അപ്പൊ തന്നെ നേരെ ഫ്ലാറ്റിലേക്ക് വന്നേക്കണേ. ശരി, ഓക്കെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം അച്ഛമ്മേ. എന്താ നിക്കുന്നേ? വാ, നമുക്ക് പോവാം. വാ. ആഹാ, സുമി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മൊബൈലിന്റെ സൗന്ദര്യം കാണുകയാണോ? പോകുന്നില്ലേ? എല്ലാരും കേറി. ശരി, ചെല്ലേ. ഇന്ന് സ്വച്ഛന്തമായിട്ട് 2 അടിക്കണം.
ദാമോര ദാമോരു. ഫോൺ എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? ഇനിയൊന്നും നോക്കാനില്ല. അറസ്റ്റ്. ഓ, ഈ പൊട്ട് വേണ്ട മോളെ. നന്ദു, അതൊന്ന് കാണിച്ചേ. ഇതെങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഇതാ മോളെ, ഈ പൊട്ട് വെക്കാം മോളെ. ഇത്രയൊക്കെ മതി അമ്മ. ഹലോ വീണ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്തു പറ്റി? എടി, ഞാനാകെ ടെൻഷനില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയ കുറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഇവിടെ ഫ്ലാറ്റിലൊരു ചടങ്ങ് നടക്കാൻ പോവാ. അതൊന്ന് കഴിഞ്ഞാലുടൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. എന്താടി? അറസ്റ്റിന് ശേഷം റിമാൻഡിലായ റോഷനെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡി വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ മീര വർഗീസ് അവനെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് അറിഞ്ഞത്. ആ പെണ്ണുപിള്ളയുടെ സ്വഭാവം അറിയാലോ. ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ അവർ ഛർദ്ദിപ്പിക്കും. അവരുടെ മുന്നിൽ റോഷന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ നിന്റെ പേര് പറയും, അല്ലേ അവള് പറയിപ്പിക്കും. എന്താ മാഡം? ഈ സാനിയ നമ്പ്യാർ ഏത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്? സാനിയ, ഓ, ചന്ദ്രൻ സാറിന്റെ മരുമോള്. യെസ്. അവര് 3B-യിലാണ് മാഡം. എന്താ മാഡം, എന്താ ഇവിടെ? ഞാൻ കുറച്ചു മുമ്പ് സുമിതയെ വിളിച്ചിരുന്നു. സുമിത ഫോൺ എടുത്തില്ല. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടാനുള്ള തിരക്കിലായിരുന്നു മാഡം. അതിനിടയിൽ ഞാൻ ഫോൺ ശ്രദ്ധിച്ചില്ല, സോറി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് അറിയിക്കാന്ന് വിചാരിച്ചു. അതാ വിളിച്ചത്. എന്താ മാഡം കാര്യം? സുമിതയെ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ സാനിയ നമ്പ്യാരെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. വാട്ട്? ഞെട്ടണ്ട, അവരാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടകളെ അയച്ചത്. അതും റോഷൻ എന്ന സുഹൃത്തിന്റെ സഹായത്തിൽ. മാഡം എന്തൊക്കെയാ പറയുന്നത്? സാനിയ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? യെസ്, അതാണ് സത്യം. വിത്ത് ഓൾ എവിഡൻസ് ഐ കൻ അറസ്റ്റ് ഹർ. മാഡം, സാനിയ പ്രഗ്നന്റ് ആണ്. ആ സന്തോഷ വാർത്ത അറിഞ്ഞ് അവളെ കാണാൻ വന്നതാ ഞങ്ങള്. ഇപ്പൊ മാഡം അവളെ അറസ്റ്റ് ചെയ്താ തകരാൻ പോകുന്ന 2 കുടുംബങ്ങളായിരിക്കും. മാഡം പ്ലീസ് അത് ചെയ്യരുത്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല സുമിത. നമ്മുടെ കുടുംബത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു ദുശകുനം പോലെ ഈ പോലീസ് എന്തിനാ വരുന്നേ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെന്തിനാ ഇവിടെ? ഒന്നുമില്ല അച്ഛമ്മേ. ആ പഴയ കേസിന്റെ കാര്യം എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നാ മാഡം. അതിന് ഇവിടെയാണോ വരേണ്ടത്? അത് പിന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ മാഡം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അച്ഛമ്മ ഒരു കാര്യം ചെയ്യേ, അവരെയും കൂട്ടി മേളിലോട്ട് ചെല്ലേ. ഞാൻ മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ചെല്ലേ. നിങ്ങൾ എല്ലാവരും വന്നേ. ആ, കാദംബരി അമ്മ, വരൂ വരൂ, എല്ലാവരും ഇരിക്കൂ. നിതീഷേട്ടാ, വാ ഇരിക്കെ. അനുരാധേ, വാ ഇരിക്കെ. ഇരിക്കെ. അമ്മ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? സുമിത വരുമ്പോഴൊക്കെ വിളിക്കും. യാത്ര ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെക്കും. എന്തൊക്കെയുണ്ട് നന്ദ വിശേഷങ്ങള്? നിന്റെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാതെ പോകുന്ന ആന്റി.